ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് കുഴയ്ക്കാതെ പരത്താതെ അതുപോലെ തന്നെ എണ്ണ ഒട്ടും കുടിക്കാതെ വളരെ എളുപ്പത്തിൽ ഇങ്ങനെ മാവ് കലക്കി ഒഴിച്ച് പൂരി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള നല്ല പെർഫെക്റ്റ് റെസിപ്പി ആയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ വേറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കാം. നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രഷാണ് എടുത്തിട്ടുള്ളത്. 6 മാസം കൂടുമ്പോൾ നമ്മൾ ബ്രഷ് അങ്ങ് മാറ്റും. അപ്പോൾ ചില ബ്രഷൊക്കെ പുതിയതുപോലെ ഉണ്ടാവും, നമുക്ക് കളയാൻ വേണ്ടിയിട്ടേ തോന്നില്ല. ചിലത് നമ്മൾ ക്ലീനിങ്ങിനൊക്കെ എടുക്കാറുണ്ടല്ലേ. എന്നാലും ഉണ്ടാവും നമ്മുടെ വീട്ടിൽ കുറേ ബ്രഷുകൾ. അപ്പോൾ ആ ബ്രഷുകൾ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് അധികം ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഈ ഒരു മെഴുകുതിരിയിൽ വെച്ച് ചൂടാക്കി നമുക്കൊന്ന് വളച്ചെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ചധികം ബ്രഷ് തന്നെ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ക്ലീനിങ്ങിനൊക്കെ നമുക്ക് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. ഈ ബ്രഷ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ ബ്രഷൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ സൈഡ് ഭാഗത്തൊന്നും പെട്ടെന്നൊന്നും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലേ. നമുക്ക് കൈ ഇട്ടിട്ട് കഴുകാൻ വേണ്ടിയിട്ടും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലെ ഒന്ന് ആ ബ്രഷ് ഒന്ന് വളച്ചെടുത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അഴുക്കൊക്കെ പോയിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തതായിട്ടും ബ്രഷ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ബർണറിലൊക്കെ അഴുക്കുള്ളപ്പോഴും അതുപോലെ തന്നെ നമ്മളെ കീബോർഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസൊക്കെ അടിഞ്ഞു കൂടുമ്പോഴൊക്കെ ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മാത്രമല്ല നമ്മളെ കിച്ചൺ ഗ്രില്ല് ഫാനൊക്കെ ഉണ്ടെങ്കിലും ഈ രീതിയിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പൊടികൾ വരെ നമുക്ക് ക്ലീനായി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൈവായിട്ട് കണ്ടില്ലേ, ഈ കീബോർഡിൻ്റെ ബട്ടൺസിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകളൊക്കെ നമുക്ക് പോയി കിട്ടുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ക്ലീൻ ആക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ഞാൻ ബ്രഷ് ഇതുപോലെ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വളച്ചെടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് കിച്ചണിൽ എന്ത് വേണമെങ്കിലും നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് ബ്രഷ് വെച്ചിട്ടുള്ള നല്ലൊരു കിഡിലൻ ഓർഗനൈസർ ആണ് കേട്ടോ. ബാച്ചിലേഴ്സ് അതുപോലെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ, അലമാരയിൽ സ്ഥലമില്ലാത്തവരൊക്കെ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ അധികം ഡ്രസ്സസ് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ബ്രഷിൻ്റെ മുകളിലുള്ള ബ്രസിൽസ് ഒക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് ഭാഗത്തും നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം. താഴെ ഹോളുള്ള ബ്രഷ് എടുക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലത്. എനിക്ക് ഒന്ന് മാത്രമേ അതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനും ഞാൻ ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കയറ് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ആ ബ്രഷ് ഇട്ട് കൊടുത്തിട്ട് അടിഭാഗം ഞാനൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. കാരണം ആ ബ്രഷ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതെ ഫിറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് എത്ര ബ്രഷ് വേണമെങ്കിലും ഈ രീതിയിൽ ഓർഗനൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം 4 ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. ബ്രഷ് വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഈ ബ്രഷിൽ കുറച്ച് പേസ്റ്റ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഗ്യാസ്കറ്റിലൊക്കെ അഴുക്കടിഞ്ഞ് ഓടുന്ന സമയത്ത് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആ ടിപ്പൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പം ഞാൻ എല്ലാം ഈ രീതിയിലൊന്ന് കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കളർ നൂലുകൾ വേണമെങ്കിലും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ ഭാവനയ്ക്ക് അനുസരിച്ച് എന്തെങ്കിലും ഡെക്കറേഷൻസ് ഒക്കെ വരുത്താണെങ്കിൽ അതും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഓർഗനൈസർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് തുണി വെക്കുക എന്ന് നോക്കാം. എത്ര തുണി വേണമെങ്കിലും നമുക്കിതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം. നമ്മൾ എവിടേക്കെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത് നമുക്ക് ബാഗിൽ വെച്ചിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൽ എങ്ങനെ തുണി വെച്ച് കൊടുക്കാമെന്ന് നോക്കാം. ഈ രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഷോൾ വെച്ചിട്ടാണ് ഒന്ന് കാണിച്ചു തരുന്നത്. ഒരു ബ്രഷിൽ തന്നെ നമുക്ക് എത്ര ഷോൾ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇത് പൊട്ടിപ്പോകുകയൊന്നും തന്നെ ഇല്ല, നല്ല ഫിറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. തീരെ തൂക്കിയിടാനും സ്ഥലമില്ലാത്തവരാണെങ്കിൽ അലമാരയുടെ ഉള്ളിൽ ഡോറിൻ്റെ സൈഡിലായിട്ട് നമുക്കിത് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് എത്ര തുണി വേണമെങ്കിലും ഇത് വെച്ച് കൊടുക്കാം. യാതൊരു വൃത്തികേടൊന്നും തന്നെ ഇല്ല, നല്ല നീറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന എലികളെ എങ്ങനെ തുരത്താം എന്നുള്ള ടിപ്പാണ് ഞാൻ അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിന്ന് വറുത്തെടുക്കുന്നത്. പണ്ട് കാലത്തുള്ള കർഷകരൊക്കെ ഇതുപോലെയാണ് കേട്ടോ ചെയ്തിരുന്നത്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് നിലക്കടലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ചേർത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഞാൻ ഫൈനായിട്ടൊന്ന് മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട്
അത്യാവശ്യം കുറച്ച് തേങ്ങയുള്ള ചിരട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 3 പാരസിറ്റമോൾ പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം അളവിലധികം പാരസിറ്റമോളൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ചിരട്ടയിലുള്ള തേങ്ങയുടെയും ഗോതമ്പിൻ്റെയും നിലക്കടലയുടെയൊക്കെ സ്മെല്ല് ഉറപ്പായിട്ടും എലികളെ ആകർഷിക്കും. അപ്പോൾ എലികളെടുത്ത് കഴിക്കുകയും വയറ് വീർത്ത് ചത്തു പോകാനിടയാവുന്നതാണ്. നമ്മളതിൽ പാരസിറ്റമോൾ ചേർത്തുകൊണ്ട് തന്നെ ശരിക്കും 100% തന്നെ റിസൾട്ട് കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വൈറ്റ് സിമെൻ്റ് ആണ്. വൈറ്റ് സിമെൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള സിമെൻറ്റ് വേണമെങ്കിലും ഇതിന് പകരമായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള നിലക്കടലയാണ് കേട്ടോ. ഇത് എലികളെ ഒരുപാട് ആകർഷിക്കും ഇതിൻ്റെ സ്മെല്ല്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് ശർക്കരയാണ്. ഇതും കൂടെ ഒന്ന് ചീകി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി എലികളെ ഒന്നുകൂടെ ഒന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, വല്ലാണ്ട് കൂടി പോകരുത്. നമ്മുടെ മിക്സ് കട്ടിയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സിമെൻറ്റ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് രാത്രി എലി വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എലികൾ ഉറപ്പായിട്ടും കഴിക്കും. വയറ് വീർത്ത് എലികൾ ചത്തുപോകാൻ ഇടയാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കടയിൽ നിന്ന് ഗോതമ്പൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ മുഴുവനായിട്ട് അങ്ങ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഇതിൽ ധാരാളമായിട്ട് ഉമ്മികൾ ഉണ്ടാവുമല്ലേ. അതിലുള്ള ആ ഉമ്മിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് നനച്ചിട്ട് കൊടുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് ഒരു 2 കറക്ക് കറക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഉമ്മികളൊക്കെ നന്നായിട്ട് പോയി കിട്ടുന്നതാണ്. പണ്ടൊക്കെ ഇത് ഉരലിലിട്ട് ഇടിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഉമിയൊക്കെ കളഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉരലൊന്നും എവിടെയും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഗോതമ്പ് വെന്ത് കിട്ടുകയും ചെയ്യും. ആ പൊടികളൊക്കെ പെട്ടെന്ന് പോയി കിട്ടുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിവിടെയൊക്കെ മില്ലിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ പോളിഷ് ചെയ്ത് തരും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ അധികം തന്നെ കൊടുക്കേണ്ടി വരും. അതിനൊന്നും പോവേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 100% തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തൊരു കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഗോതമ്പ് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ എത്ര സമയം വെച്ചാണ് ഗോതമ്പ് വേവിക്കുന്നതിന് അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, കഴുകിയതിന് ശേഷം ഒരു തരി പോലും പൊടികളോ ഒന്നും തന്നെ ഇല്ല. നന്നായിട്ട് നമുക്കിവിടെ ക്ലീനായി വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇതുപോലെ തന്നെ ചെയ്യുള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. കുഴയ്ക്കാതെ പരത്താതെ അതുപോലെ തന്നെ എണ്ണ ഒട്ടും കുടിക്കാതെ വളരെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള പൂരി കലക്കി ഒഴിച്ച് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈരും 1/4 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് മൈദയും എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി 1/4 കപ്പ് റവയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇനി എത്രയാണോ നമുക്ക് വെള്ളം വേണ്ടത് നോക്കിയിട്ട് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 2 കപ്പ് വെള്ളം ആവശ്യമായിട്ട് വന്നിരുന്നു. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മളൊരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക കേട്ടോ. വല്ലാണ്ട് അങ്ങ് കട്ടിയാവരുത്, എന്നാൽ അത്രയ്ക്ക് ലൂസും ആവരുത്. ആ ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഭൂരി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ നല്ല പാടാണല്ലേ. കുഴച്ച് പരത്തി ഒക്കെ എടുക്കുമ്പോഴേക്കും നമ്മളൊരു പരിവാവും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മടിക്കും. ഈ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഭൂരി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ബിഗിനേഴ്സിനായാലും വളരെ എളുപ്പത്തിൽ ഭൂരി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിലൊക്കെ ഭൂരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാട് തന്നെയാണല്ലേ. എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നിങ്ങൾക്ക് ടൈം ഇല്ല എങ്കിൽ റെസ്റ്റ് ചെയ്യേണ്ട. നമുക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഏത് പാത്രത്തിലാണോ ഭൂരി ഉണ്ടാക്കുന്നത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഇതുപോലൊരു ബൗളാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിഫിൻ ബോക്സിൻ്റെ മൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരു റൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം ആയാൽ മതിയാവും. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രം നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഞാൻ ഇതുപോലൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഇതുപോലൊന്ന് ഒഴിച്ചിട്ട് റൗണ്ടിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ഈ ബൗളോട് കൂടെ തന്നെ എണ്ണയിലേക്കൊന്ന് ഇറക്കി വെക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഒഴിച്ചു കൊടുത്ത മാവ് ഇതുപോലെ കുറച്ച് സമയത്തിന് ശേഷം നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ ഒരു പാത്രം മാറ്റി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, നല്ല ചൂടുള്ള എണ്ണയാണ്. നമ്മൾ ഈ പാത്രം എടുക്കുന്ന സമയത്ത് വെക്കുന്ന സമയത്തും ഒന്ന് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് ഒഴിച്ച് കാണിച്ചു തരുന്നുണ്ട്. ലൈവായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുക ഈ പ്ലേറ്റ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഭൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ എന്ന്. ഒരിക്കലും
ഒരിക്കലും പറ്റില്ല കേട്ടോ. നമുക്ക് ആ റൗണ്ട് ഷേപ്പും കിട്ടില്ല. മാത്രമല്ല ഒരു ഈവനിങ് സ്നാക്സിൻ്റെ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതുപോലൊരു പ്ലക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലക്കർ എടുക്കുക. അപ്പോൾ നമുക്ക് എടുക്കാനും വെക്കാനും വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. നമ്മുടെ കയ്യിലോട്ടൊന്നും എണ്ണയൊന്നും തെറിക്കില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞാനിതിൽ വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അധികം തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടും ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ പ്ലേറ്റിൽ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അധികം എണ്ണയുടെ ആവശ്യമില്ല. നമുക്ക് അതിൽ തന്നെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറേ എണ്ണയുടെ ആവശ്യം വരുന്നില്ല. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.